ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പകലത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം നമുക്ക് വായിക്കാം. ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. 1:11. മൈക്കുള്ളവര് മൈക്ക് ആരുടെ വായിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസ്താവിച്ച പ്രസ്താവനയാണ് നമ്മളത് വായിച്ച് കേട്ടത്. യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ എന്ത് ചെയ്യണം? ഓർക്കണം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഓർത്ത ചില വിഷയങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് പുറപ്പാട് പുസ്തകത്തിലെ ഓർത്ത ചില സംഗതികൾ, ദൈവം ഓർത്തതും നാം ഓർക്കേണ്ടതുമായ ചില കാര്യങ്ങൾ, എല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേല്യരുടെ നിലവിളി എന്ത് ചെയ്തെന്ന കേട്ടു. എന്നിട്ട് അബ്രഹാമിനോട് യാക്കോബിനോട്, അതെ, ഇസ്ഹാക്കിനോട് യാക്കോബിനോടും തനിക്കുള്ള നിയമവും ദൈവം ഓർത്ത് ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ച് ദൈവം അറിഞ്ഞു. അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ഏകദേശം 430 സംവത്സരങ്ങൾ മിസ്രയീമിന്റെ അടിമത്തത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ജനം പീഡ നിമിത്തം അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ ദൈവം നിലവിളി കേൾക്കുമോ? നിശ്ചയമായിട്ടും തന്റെ ജനത്തിന്റെ നിലവിളി അവൻ കേൾക്കുന്ന ദൈവമാ. അവൻ കേൾക്കുക മാത്രമല്ല, അവരെ വിടുവിപ്പാനായി ഇറങ്ങി വരുന്ന ദൈവം കൂടിയാ. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും? നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ നിലവിളി ദൈവം കേൾക്കും. ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് എന്ത് ചെയ്തെന്നാ? നിലവിളിച്ചു. അടിമവേല ഹേതുവായിട്ടുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ശത്രുവിന്റെ പീഡ, ഉപദ്രവം അത് വർദ്ധിപ്പിച്ചുകൊണ്ടുവരിക ശത്രു. എന്താ കാര്യം എന്നറിയാവൂ? ജനം പെരുകുന്നത് കൊണ്ട് അവരുടെ വംശവർദ്ധനവിന് തടയിടാനായി പീഡ അവരുടെ മേൽ ചുമത്തി. അവർക്ക് വൈക്കോൽ കൊടുക്കാതായി, ഇഷ്ടിക ഉണ്ടാക്കാൻ വൈക്കോൽ കൊടുക്കാതായി. അവർ പോയി വൈക്കോൽ തപ്പിയെടുക്കണം. എന്നാൽ എണ്ണം കുറയാൻ പാടില്ല. ദിവസവും നിശ്ചയിച്ചിരിക്കുന്ന എണ്ണത്തിനൊത്ത് ഇഷ്ടിക അത് ഉണ്ടാക്കി കൊടുത്തേ മതിയാവൂ. ജനം വല്ലാണ്ട് കഷ്ടത്തിലായി. പ്രിയ ദൈവത്തിന്റെ മക്കളെ, പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ, നമ്മുടെ ഭൗമിക മേഖലകളിൽ ഇതുപോലെ ഫറവോന്യ ശക്തി നിന്നെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങളില്ലേ? ആരോട്
അവരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. ആമേൻ. നിന്നെ സ്വസ്ഥതയെ കെടുത്തി, നിന്റെ സമാധാനത്തെ കെടുത്തി, നിന്റെ കുടുംബ അന്തരീക്ഷത്തിൽ, നിന്റെ ഔദ്യോഗിക തലത്തിൽ ആമേൻ പീഡ വർദ്ധിപ്പിക്കുന്ന ഫറവോന്യ ശക്തി ഇന്ന് പകൽ നിന്റെ നിലവിളിയുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഇവിടെ ഇവരുടെ നിലവിളി കേട്ട് ദൈവം പ്രവർത്തിച്ച ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24-ാം വാക്യം, ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം ജനത്തിന്റെ നിലവിളി കേട്ടു. കേട്ട ദൈവം തമ്പുരാൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ദൈവം എന്ത് ചെയ്തു? ദൈവം ഓർക്കും കേട്ടോ. അവൻ നിലവിളി കേൾക്കുന്നവൻ മാത്രമല്ല, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ചിലത് ഓർക്കുമെന്ന് അവൻ ചെയ്ത നിയമത്തെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ചില വാഗ്ദത്തങ്ങളില്ലേ? ഈ 2024 ദൈവം തമ്പുരാൻ ഇന്നത് തരും, ഇന്നത് ചെയ്യും, ഇന്നത് പ്രവർത്തിക്കും എന്നൊക്കെ വാഗ്ദത്തം തന്നിട്ടില്ലേ? തീർന്നിട്ടില്ല കേട്ടോ. 24 തീർന്നില്ലെന്ന് ഇനിയും ദിവസങ്ങൾ കിടപ്പുണ്ട്. ഓ, എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ 1 സെക്കൻഡ് മതി, 1 സെക്കൻഡ് മതിയെന്ന്. അധികം നാളുകളൊന്നും വേണ്ട. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന് പ്രവർത്തിപ്പാൻ ഇത്ര നാൾ വേണം, ഇത്ര മാസങ്ങൾ വേണം, ഇത്ര വർഷങ്ങൾ വേണം എന്നൊന്നുമില്ല. അവൻ ഒറ്റ നിമിഷം മതി, 1 നിമിഷം മതി. തന്റെ ജനത്തിന്റെ നിലവിളി കേട്ട് ആമേൻ പ്രവർത്തിക്കുന്ന ദൈവമാവൻ. അവൻ നിയമത്തെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്തതായ നിയമത്തെ ദൈവം തമ്പുരാൻ ഓർത്തു. ഇന്ന് ചിലരൊക്കെ അഹങ്കരിച്ച് നടക്കുക. അവരുടെ കഴിവും അവരുടെ മിടുക്കും വൈദ്യശാസ്ത്രത്തിന്റെ മിടുക്കും ഒക്കെ കൊണ്ട് നാം നിൽക്കുന്നതെന്ന് ഇല്ല. ദൈവം നിന്റെ പിന്നിൽ ചിലരെ ഓർത്ത് കേട്ടോ. ദൈവം നിന്റെ പിന്നില് ചിലരൊക്കെ ഓർത്തിട്ട ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ അവൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. ഇവിടെ വായിക്കുന്നു, നിലവിളി കേട്ട ദൈവം തമ്പുരാൻ അവൻ ചെയ്ത നിയമത്തെ ഓർത്തു. മാത്രമല്ല, അതിനടുത്ത വാക്യം, ദൈവം ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? സ്തോത്രം. നിലവിളി കേട്ട ദൈവം തമ്പുരാൻ ചിലതൊക്കെ ഓർത്തു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവൻ എന്ത് ചെയ്തു? കടാക്ഷിച്ചു. ഇന്ന് നമ്മൾക്ക് വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. ദൈവം കടാക്ഷിച്ചത്. സ്തോത്രം. ഈ 2024 പൂർത്തീകരിക്കുമോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് പിശാച് വലിയ ക്വസ്റ്റ്യൻ മാർക്ക് മുൻപിൽ കൊണ്ടിട്ട് നീ അത് പൂർത്തീകരിക്കുകയില്ല, ഈ 24 പൂർത്തീകരിക്കുകയില്ല എന്ന് ശത്രു വാദിച്ചു നിൽക്കുമ്പോൾ, ആമേൻ, അതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കടാക്ഷം, സ്വർഗത്തിലെ ദൈവത്തിന്റെ കടാക്ഷം, അവന്റെ കടാക്ഷം ദൈവത്തിന്റെ ദാസിയെ, ദൈവത്തിന്റെ ദാസനെ നിന്റെ മേൽ അവൻ ഇട്ടത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നും നമുക്കിവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിത്തീർന്നു. അപകടങ്ങൾ വരാഞ്ഞിട്ടാണോ? ഇന്നത്തെ പത്രം നിങ്ങൾ കണ്ടില്ലേ?
യാത്ര പോയിക്കൊണ്ടിരുന്ന ഒരു വാഹനം, ഒരു കാറ്, അത് പോയി ഇടിച്ചതല്ല, അതെങ്ങും പോയി തട്ടിയില്ല. ഒരു ട്രക്ക് പോയത് വേറൊരു റോഡിൽ കൂടെ യാത്ര പോയ കാറിന്റെ മുകളിലേക്ക് ട്രക്ക് മറിഞ്ഞു വീണ്. സ്തോത്രം. പ്രിയ ദൈവമൈതലേ, അവന്റെ കടാക്ഷം നമ്മുടെ മേലിട്ട് അനർത്ഥ ദിവസത്തിൽ അവൻ നമ്മെ കൂടാരത്തിൽ ഒളിപ്പിച്ച്, നിന്റെ വാഹനത്തിന് നേരെ ശത്രു പല വാഹനങ്ങളെ തൊടുത്തു വിട്ടപ്പോൾ അത് നിന്നെ തൊടാതെ, നിന്റെ വാഹനത്തെ തൊടാതെ ദൈവം തമ്പുരാൻ അതിനെ മാറ്റിവിട്ട അനുഭവങ്ങൾ എത്രയോ എത്രയോ എത്രയോ. നീ സഞ്ചരിച്ച 2 വീലറായാലും 3 വീലറായാലും 4 വീലറായാലും, നീ സഞ്ചരിച്ച ട്രെയിനായാലും വിമാനമായാലും, സ്വത്രം നിന്റെ അതേ നടന്നുപോയ വഴിയിലായാലും ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവം അറിഞ്ഞു. ദൈവം അറിഞ്ഞു. നിലവിളി കേട്ട ദൈവം അറിയുന്നവനും കൂടിയാ കേട്ടോ, അറിയുന്നവനും കൂടിയാ. ഒരുപക്ഷെ നിന്നെ നിന്റെ വീട്ടിലുള്ളവർ പോലും അറിയാതിരിക്കുമ്പോ, നിന്റെ ഔദ്യോഗിക മണ്ഡലത്തിലുള്ളവർ നിന്നെ അറിയാതിരിക്കുമ്പോ, നീ ആയിരിക്കുന്ന സഭയിലെ പാസ്റ്റർമാർ നിന്നെ അറിയാതിരിക്കുമ്പോ, കൂട്ടുവിശ്വാസികൾ നിന്നെ അറിയാതിരിക്കുമ്പോ, ദൈവത്തിന്റെ പൈതലെ നിന്നെ ഉള്ളതിൻ വണ്ണം അറിയുന്ന ഒരുവനേ ഉള്ളൂ. സ്വത്രം. അവൻ നമ്മെ അറിയുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം. ഇവിടെ ദൈവം ഓർത്ത വിഷയമാ നമ്മള് വായിച്ച് കേട്ടത്. അതിനുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടി ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 13-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. അടുത്തത്, ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. നീ അവരെ ഓർക്കണം. ആരോടായി പറയുന്നേ? മോശ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തോട് പറയുന്ന കാര്യമായത്. ആ സംഭവം ഇത്രയേ ഉള്ളൂ. മോശ ദൈവത്തോട് അഭിമുഖമായി കണ്ട് ദൈവത്തിങ്കൽ ന്യായപ്രമാണം ഏറ്റുവാങ്ങി ആ പർവ്വതത്തിന്റെ മുകളിൽ അവനായിരിക്കുമ്പോൾ താഴ്വാരത്തിൽ ജനമാർത്തുഘോഷിക്കുക. എന്താ സന്തോഷം അവരുടെ ജീവിതത്തിൽ, അവരുടെ ഇടയിൽ. മറ്റൊന്നുമല്ല, മോശയെ കാണാനില്ല. 40 ദിവസമായി മോശ പർവ്വതത്തിന്റെ മുകളില. ഒരു വിവരവും ഇല്ല. ആർക്കും മുകളിലേക്ക് കയറി ചെല്ലാനും ഒക്കത്തില്ല. ജനം പറഞ്ഞു, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണം. ആമേൻ. അതുകൊണ്ട് അഹരോൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കാതുകളിലെ കുണുക്ക് ആമേൻ അതേ ആഭരണങ്ങൾ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ അതൊക്കെ കൊണ്ടുവന്ന് ഒരു തീക്കകത്തിട്ട് രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇവരെ കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കുക കാളക്കുട്ടിയെ. ഇത് ദൈവം തമ്പുരാൻ അറിഞ്ഞു. ശ്രദ്ധിക്കണം, മോശയ്ക്ക് കാണാനൊക്കെ ഒന്നുമില്ല. മോശയ്ക്ക് വലിയ ആരവം കേൾക്കാൻ താഴ്വാരത്തിൽ. എന്താ സംഭവം എന്നാണ് അറിയുന്നില്ല. ദൈവം തമ്പുരാൻ സകലതും അറിയുന്ന ദൈവമാണ്. നമ്മുടെ മനോനുകരങ്ങളിൽ ഉള്ളതായ ചിന്തകൾ പോലും ദൈവത്തിനറിയാമെന്ന് 139-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതല്ലേ? ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത്
അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കും. ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം, ദൈവത്തിനറിയാമെന്ന്. സ്തോത്രം. ദൈവം തമ്പുരാൻ പറഞ്ഞു, മോശേ, ജനം വഷളത്വം പ്രവർത്തിച്ചു, അവർ എന്നെ മറന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജീവനുള്ള ദൈവമായ എന്നെ അവർ മറന്നെന്ന്. ശ്രദ്ധിക്കണേ, താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി അല്ലേ, താൽക്കാലിക ഒരു 40 ദിവസത്തെ ബ്രാക്കറ്റ് പീരീഡ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ദൈവം നടത്തിയ വഴികൾ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയതല്ലേ? ഈ 40 വർഷത്തേക്കല്ലേ മോശ നിങ്ങളെ വിട്ട് മുകളിൽ പോയത്? സ്തോത്രം. ഈ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്ന വ്യക്തിത്വങ്ങൾ. ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവരെ നശിപ്പിക്കുമെന്ന്, ഞാൻ അവരെ നശിപ്പിക്കുമെന്ന്. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ പ്രത്യേകം മനസ്സിലാക്കിക്കോണം. ദൈവത്തെ മറന്ന് നാം കളിച്ചാൽ, ദൈവത്തെ മറന്ന് നാം കളിച്ചാൽ ഓർത്തോളം ദൈവം നമ്മെ ശിക്ഷിക്കാതെ വിടത്തില്ല. സോദരം, ദൈവത്തെ മറന്നൊരു പ്രവൃത്തി നമുക്ക് വേണ്ടെന്ന്. മനുഷ്യനെ കളിപ്പിക്കാൻ, കബളിപ്പിക്കാൻ സാധിക്കും, സാധിക്കും. ആശയെ കബളിപ്പിക്കാം, വിശ്വാസികളെ കബളിപ്പിക്കാം, വീട്ടുകാരെ കബളിപ്പിക്കാം, അപ്പനെ അമ്മയെ ഭാര്യയും ഭർത്താവിനെയും മക്കളെയൊക്കെ കബളിപ്പിക്കാം, സഹോദരങ്ങളെ കബളിപ്പിക്കാം. പക്ഷേ ഒരുവരെ മാത്രം കബളിപ്പിക്കാനൊക്കെ ദൈവം തന്നെ പറഞ്ഞു, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, നശിപ്പിക്കും, നശിപ്പിക്കാൻ പോവാം. ഓ, മോശം എന്ത് ചെയ്ത്? ദൈവത്തെ അടക്കം ഒരു പിടുത്തം, ദൈവത്തെ അടക്കം ഒരു പിടുത്തം വിട്ടില്ല, പിടിവിട്ടില്ല, ആട്ടങ്കം പിടിച്ചിരിക്കും. ദൈവമേ, നീ നശിപ്പിക്കരുത്, നശിപ്പിക്കരുത്. അവൻ ആ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ കാൽപാദം കെട്ടിപ്പിടിച്ച് കിടന്നവൻ കരഞ്ഞ് നിലവിളിക്കുക, ദൈവമേ നീ അനുതപിക്കണം, നീ അനുതപിക്കണം, നീ വരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞ ആ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഒന്ന് അനുതപിച്ചേ മതിയാവും. ദൈവം തമ്പുരാൻ പറഞ്ഞ കേട്ടോ. അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. എപ്പോൾ? മോശ കെട്ടിപ്പിടിച്ചു കിടന്ന് അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞത് നിമിത്തം, മധ്യസ്ഥത അണച്ചത് നിമിത്തം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. ദൈവത്തിൻ്റെ ദാസന്മാരെ, ദാസിമാരെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ, നിങ്ങളുടെ നിലവിളിയുടെ മുൻപിൽ ദൈവം വരുത്തുമെന്ന് പറയുന്ന അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്നവനാ അവൻ. അനുതപിക്കും കേട്ടോ, അനുതപിക്കും കേട്ടോ, അനുതപിക്കും. സ്തോത്രം. നമുക്ക് പുറപ്പാട് പുസ്തകമാണ് 13-ാമത്തെ അധ്യായം. നാം ഓർക്കേണ്ട ഒരു സംഗതി അവിടെ പറയുന്നുണ്ട്. 13-ന്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. എന്താ കാര്യം? അടുത്തത്, യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു, അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യരുത്? പുളിപ്പുള്ള അപ്പം തിന്നരുത്, തിന്നരുത്. പുളിപ്പുള്ള ഉപദേശം ഒന്നും പാടില്ലെന്ന്. പുളിച്ച ഉപദേശങ്ങൾ പാടില്ല. ദൈവം നിങ്ങളെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഈ ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം, ഓർക്കണം. ദൈവമക്കളെ, നമ്മൾ തിരിഞ്ഞ് നമ്മെ വിടുവിച്ചു കൊണ്ടുവന്ന അനുഭവത്തെ ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഓർക്കുന്നത് നല്ലതാണ്, നല്ലതാണ്. ഞാൻ ഒരിക്കലും ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് പോയപ്പോഴേ, ഒരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ്, ചർച്ചിലായിരുന്നു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ്, ഒരു ഭയങ്കര ഒരു 2 നില വലിയൊരു വീടാണ്.
അവിടേക്ക് എന്നെ കൊണ്ടുപോയി എന്നെ ഭക്ഷണത്തിനായിട്ട് അവരെന്നെ നല്ലവണ്ണം ശുശ്രൂഷിച്ചു. ഞാനപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് കസേരയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ ഗൃഹനാഥൻ എന്നോടൊപ്പം കസേരയിൽ ഇരിപ്പുണ്ട്, അവിടുത്തെ വീട്ടുകാരൻ. അപ്പം ഞാൻ ആ മുറിക്കകത്തൊക്കെ ഇങ്ങനെ എൻ്റെ കണ്ണുകളൊന്ന് പരതിയപ്പോൾ ഒരു മൂലയ്ക്ക് കറുത്ത് കരിക്കട്ട പോലെയുള്ള ഒരു കൊരണ്ടി കിടക്കുന്നു. കൊരണ്ടി പ്രായമുള്ളവർക്കൊക്കെ അറിയാം കൊരണ്ടി എന്ന്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കൊരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല അല്ലേ, കരണ്ടിയാണെന്ന് ചിന്തിക്കില്ല. കൊരണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമുള്ളവർക്ക് അറിയാം അല്ലേ, താഴെ ഒന്ന് ഇരുന്ന് ചമ്രം പടഞ്ഞൊക്കെ ഇരുന്ന് അല്ലേ ഇരിക്കാനുള്ള ഒരു ചെറിയ പീഠം, അതാണ് കൊരണ്ടി എന്ന് പറയുന്നത്. മറ്റേ സ്റ്റൂള് വലുതാ, എന്നാൽ അത്രയും ഹൈറ്റില്ല, അതിൻ്റെയൊക്കെ ഒത്തിരി ചെറിയ ഹൈറ്റിലുള്ള ഒരു പല കഷ്ണം വെച്ചടിച്ച ഒരു ഉപകരണത്തെയാണ്, ഇരിപ്പിടത്തെയാണ് കൊരണ്ടി എന്ന് പറയുന്നല്ലേ, അറിയാമല്ലോ. ഇതുപോലൊരു കൊരണ്ടി അവിടെ ഇരിക്കുന്നു, ഒരു മൂലയ്ക്ക് ഇങ്ങനെ സൂക്ഷിച്ചു. അപ്പം അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എൻ്റെ പൊന്നങ്കിള്, ഇത്രയും മനോഹരമായ ഈ വീട്ടിൽ നല്ല ഫർണിച്ചർ, തേക്കിൻ്റെ ഈട്ടിയുടെ ഒക്കെ ഫർണിച്ചറൊക്കെ ഇവിടെ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്, എന്തിനാ ഈ പഴയ കുരണ്ടി ഈ ഡൈനിങ് ഹാളിൽ ഇതിങ്ങനെ വെച്ചേക്കുന്നേ? ഉടനെ അദ്ദേഹം പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറയാം. പാസ്റ്ററെ, എനിക്ക് നല്ല ഡൈനിങ് ടേബിൾ ഉണ്ട്, ഇവിടെ നല്ല ഡൈനിങ് ചെയറുണ്ട്, എനിക്ക് വേണ്ടുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആ കാണുന്ന പാസ്റ്റർ കണ്ട ആ കുരണ്ടിയിൽ ഇരുന്ന് ഞാൻ ആഹാരം കഴിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താ പറ്റി ഞങ്ങള് ഇത്രയും നല്ല ഡൈനിങ് ടേബിളൊക്കെ ഉള്ളപ്പോൾ എന്തിനാ കൂടെ ആ കുരണ്ടിയിൽ? അദ്ദേഹം പറയുക, എൻ്റെ പൊന്നു പാസ്റ്ററെ, ദൈവം എന്നെ കൊണ്ടുവന്ന വഴി ഒന്ന് തിരിഞ്ഞോർക്കേണ്ടതിന്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് വല്ലപ്പോഴും ഞാൻ കുരണ്ടിയുടെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. സ്തോത്രം. ഈ 21 ഉപവാസ ദിവസത്തിൽ മിക്ക ദിവസവും ശുശ്രൂഷകന്മാരെൻ്റെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ വൈകിട്ട് രാത്രിയിൽ ഭക്ഷണം ചപ്പാത്തി മതിയോ എന്ന് പാസ്റ്ററോട് ചോദിച്ചു. എല്ലാവരും അവർക്ക് വേണ്ടുന്നത് പറയും, ഞങ്ങളത് കൊടുക്കും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വന്ന പാസ്റ്ററുടെ പേരൊന്നും പറയുന്നില്ല, പാസ്റ്ററോട് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്റർ വൈകിട്ട് ചപ്പാത്തിയുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, മീനുണ്ട്, പാസ്റ്റർക്ക് എന്താ വേണ്ടിയുണ്ട്? പാസ്റ്റർ പറയുക, അയ്യോ പാസ്റ്ററെ, ഒരു കാര്യം ചെയ്താൽ മതി, ചപ്പാത്തി എനിക്കിഷ്ടമാണ്, ചപ്പാത്തി വേണം, പക്ഷേ എനിക്ക് കറി മീനും ഇറച്ചിയും ഒന്നും വേണ്ട, പിന്നെന്താ വേണ്ടിയെന്ന് ചോദിച്ചു. ആ ഉച്ചയ്ക്ക് തന്ന മോര് കറി ഉണ്ടല്ലോ, ആ പുളിശ്ശേരി, അത് മാത്രം മതി. ഞങ്ങൾ വൈകിട്ട് ഇദ്ദേഹത്തിന് ചപ്പാത്തിയും പുളിശ്ശേരിയും കൊടുത്തു. അദ്ദേഹം പുളിശ്ശേരി മുക്കി കഴിക്കുക. ഞാൻ ആദ്യമായിട്ട് ചപ്പാത്തി പുളിശ്ശേരി മുക്കി കഴിക്കുന്നത്. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, എന്നാ പറ്റി പാസ്റ്റർ ഇങ്ങനെ? അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. സുവിശേഷ വേലയ്ക്കെത്താൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇറങ്ങിത്തിരിച്ച കാലഘട്ടത്തിൽ പഞ്ചാബിൽ സുവിശേഷം അറിയിക്കാൻ കടന്നുപോയി. ഒരു സുവിശേഷകന്റെ കൂടെ ഒരു വീട്ടിൽ അദ്ദേഹം താമസിച്ച് ട്രാക്ട് കൊടുത്തിങ്ങനെ വരിക. ദിവസങ്ങൾ കഴിഞ്ഞു. അവിടെ ഒരു വരുമാനമില്ല. സുവിശേഷ വേല ചെയ്യാണ്, ഒറ്റ വരുമാനമില്ല. ചില ദിവസങ്ങളായി പട്ടിണി. അവിടുത്തെ പാസ്റ്റർ വേറെ എങ്ങോ പോയി. ഇദ്ദേഹം അതിനെ മുറ്റത്ത് ആ വരാന്ത പടിക്കെട്ടില് വിശന്ന് പൊരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം പകല്. അന്നേരം അതുവഴി ഒരു പ്രായമുള്ള തലക്കെട്ടൊക്കെയുള്ള ഒരു മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ച് ഈ വീട്ടുമുറ്റത്തൂടെ ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹം ഈ മനുഷ്യനെ ഇദ്ദേഹത്തെ കണ്ടു. അവനോട് ചോദിച്ചു, ഭയ്യ, നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, എനിക്ക് വിശപ്പാണ്, കഴിക്കാനൊന്നുമില്ല, അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചോണ്ട്, ഈ യുവാവിനെ വിളിച്ചോണ്ട് ഈ മനുഷ്യൻ കുറേയേറെ നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കാം എത്തിക്കാം. എന്നിട്ട് അവിടെ ഒരു കയർ കൊണ്ടുള്ള കട്ടിലുണ്ട്. അവിടെ പഞ്ചാബിൽ പോയിട്ടുള്ളവർക്കറിയാം, കയർ കൊണ്ടുള്ള കട്ടിൽ. ആ കട്ടിലേൽ ഇദ്ദേഹത്തെ ഇരുത്തിയേച്ച് ഈ പ്രായമുള്ള മനുഷ്യൻ അടുക്കളയിലോട്ട് കയറി. അവിടെ വേറെ ആരുമില്ല. ഇദ്ദേഹം അടുക്കളയിൽ കയറി ഒരു പാത്രത്തിൽ കുറച്ച് ചപ്പാത്തി
ചപ്പാത്തി കൊണ്ടുവന്നു. എന്നിട്ട് വേറൊരു പാത്രത്തിൽ മോര്, പുളിശ്ശേരി അതോടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. ഈ ചപ്പാത്തിക്ക് ഈ പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ എന്നോട്, ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞത്, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ ആർത്തിയോടെ ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട് ആർത്തിയോടെ ആ ചപ്പാത്തി ഈ മോര് കറി ഒഴിച്ച് ഞാൻ ഭക്ഷിച്ചു. അന്ന് എനിക്ക് കിട്ടിയ ആ ടേസ്റ്റ് ഇപ്പോഴും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇറച്ചി കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, മീൻ കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്കെൻ്റെ ജീവിതം എവിടെ നിന്ന് ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ളത് എനിക്ക് വല്ലപ്പോഴും ഒന്ന് ഓർക്കണം. ദൈവമക്കളെ, നിന്നെ കുഴിച്ചെടുത്ത കനികർമ്മത്തിലേക്ക്, ഓ റിഗമന വക്ഷസ്യ, നിന്നെ വെട്ടിയെടുത്ത കനികർമ്മത്തിലേക്ക്, നിന്നെ കുഴിച്ചെടുത്ത കുഴിയിലേക്ക് വല്ലപ്പോഴും ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കണമേ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നടന്ന കാലഘട്ടം. ഇന്നതല്ല. ഇന്ന് ഏത് തിന്നും, ഏത് കുടിക്കും, ഏത് ഉടുക്കുമെന്ന ഒന്ന് തിരിഞ്ഞു നോർക്കാൻ. മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ഈ ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഒരു വാക്കിനോട് വായിക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്ക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. അമാലേക്കിന്റെ ഓർമ്മ ഞാൻ അശേഷം മായ്ച്ചു കളയും. ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് രഫീദീമിലെത്തി. രഫീദീമിൽ വന്നപ്പോൾ ജനത്തിന് ഭയങ്കര ദാഹം. കയ്യിൽ കൊണ്ടുവന്ന കുപ്പിവെള്ളം, എല്ലാ തുകൽ സഞ്ചിയിലെ വെള്ളം എല്ലാം തീർന്നു. ദാഹം കൊണ്ട് വരളുക. എന്തോ ചെയ്യാൻ പറ്റും? ദാഹിച്ച് വരളുമ്പോൾ ഏത് വെള്ളവും നമ്മൾ കുടിക്കില്ല. ഞാൻ ഒരിക്കൽ കോളേജിൽ, മാറിവാൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ NCCയുടെ ഒക്കെ ഒരു അണ്ടർ ഓഫീസറായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. ആ കാലഘട്ടത്തിൽ മിലിറ്ററി അറ്റാച്ച്മെന്റ് ക്യാമ്പിൽ 21 ഡേയ്സ് പാങ്ങോട് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവര് ഞങ്ങളുടെ യൂണിഫോം ഒക്കെ ധരിച്ച് ഹാവസാക്കും പൗച്ചസും ഒക്കെ വെച്ച് കെട്ടി ഒരു ബോട്ടിൽ വെള്ളവും ഒക്കെ തന്ന് ഒരു വലിയ തോക്കും തോളിത്ത ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടക്കുക. എവിടുന്ന്? പാങ്ങോട്ടുനിന്ന് മുക്കുന്നി മല വരെ. മിലിറ്ററിയിലുള്ളവർക്ക് അറിയാം, അവർക്ക് അതൊന്നും ദൂരം കൂടുതലൊന്നുമല്ല. പാങ്ങോട് നിന്ന് മുക്കുന്നി മല വരെ ഞങ്ങൾ നടക്കുക. നടന്ന് മുക്കുന്നി മല. അപ്പോഴേ ക്ഷീണിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ ബോട്ടിൽ നിന്നൊക്കെ വെള്ളം കുടിക്കും. അവിടെ മുക്കുന്നി മല എത്തിയപ്പോഴത്തേക്കും വെള്ളമൊക്കെ തീർന്നു. നമുക്ക് വെളിയിൽ പോയി വെള്ളം വാങ്ങിക്കാനും നോക്കത്തില്ല. മിലിറ്ററി ചിട്ടയിൽ മുക്കുന്നിമലയുടെ മണ്ടയ്ക്ക് കയറി അവിടെ ചെന്നപ്പോൾ പാറയിൽ ഒരു സ്വല്പ വെള്ളം കിടക്കും. മഴവെള്ളമായിരിക്കാം, എന്തോ വെള്ളമെന്ന് അറിഞ്ഞുകൂടാ. അയ്യോ, ഞങ്ങൾ ഓഫീസേഴ്സ് കാണാതെ കവണ്ണ് വീണ് കിടന്ന് അതൊക്കെ കുടിച്ചു. ദാഹിച്ചു വരളുമ്പോൾ നമ്മൾ ഏത് വെള്ളവും കുടിക്കും. ഇവർ നിലവിളിച്ചു. മോശയോട് നിലവിളിക്കുക. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ജനത്തിന് ദാഹിക്കുന്നു, നീ അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ദൈവം എന്ന് പറഞ്ഞു, മോശേ, നീ ആ കയ്യിലിരിക്കുന്ന വടിയുമായി മലമുകളിലേക്ക് കയറി വരാൻ പറഞ്ഞു. മലയുടെ മുകളിലേക്ക് കയറി ഈ പാറയെ നീ അടിക്കാൻ പറഞ്ഞു. പാറയെ അവൻ അടിച്ചു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ഈ ഇസ്രായേൽ ജനം എവിടൊക്കെ യാത്ര ചെയ്യുമോ, എവിടൊക്കെ പോകുമോ, അവിടെ എല്ലാം അവരെ ഈ പാറ അനുഗമിച്ചു കൊണ്ടിരുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലെ, കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ
ആമേൻ. ദൈവമക്കളെ, നമ്മെ അനുഗമിക്കുന്ന ഒരുവനുണ്ട് കേട്ടോ. ഒരു പാറയുണ്ടെന്ന്. അവൻ നമ്മെ എവിടെ പോയാലും നമ്മെ അനുഗമിക്കുന്നു. എന്തിനു വേണ്ടി? നിന്റെ ദാഹത്തെ തീർക്കാൻ, നിന്റെ ദാഹത്തിന് ശമനം തരാൻ, ശബ്ദനായ നിന്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരാൻ ഈ പാറ നിന്നെ അനുഗമിക്കുക. ഇവർ വെള്ളമൊക്കെ കുടിച്ച് തൃപ്തരായിട്ട് രഫീദീമിൽ ഇരിക്കുമ്പോ അന്നേരം അമാലേക്കർ അവരോട് യുദ്ധത്തിന് വന്നു. ആ 8-ാം വാക്യം ഒന്ന് വായിച്ചു. 8-ാം വാക്യം. രഫീദീമിൽ വച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അയ്യോ, കണ്ടോ, അമാലേക്കർ രഫീദീമിൽ വെച്ച് യുദ്ധത്തിന് വന്നു. മോശ യോശുവയോട് പറഞ്ഞു, യോശുവായേ, നീ പോയി യുദ്ധം ചെയ്യാം. ഞാൻ ഈ വടിയുമായിട്ട് മലമുകളിൽ കയറി അന്തരീക്ഷത്തിൽ ഉയർത്തിപ്പിടിച്ച് ഞാൻ നിൽക്കും. ഈ വടി എൻ്റെ കയ്യിൽ നിന്ന് താണാൽ യുദ്ധത്തിൽ നിനക്ക് പരാജയമാകും. വടി ഉയർന്നു നിന്നാൽ ജനത്തിന് യുദ്ധത്തിൽ വിജയമായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂതൂടെ പറയട്ടെ. പ്രാർത്ഥനയുടെ വടി ഉയർത്തിപ്പിടിച്ചിരുന്നാൽ, പ്രാർത്ഥനയുടെ വടി അന്തരീക്ഷത്തിൽ ഉയർത്തിപ്പിടിച്ചു നിന്നാൽ, ദൈവ പൈതലെ, ശത്രുവിന്റെ മുൻപിൽ നിനക്ക് പരാജയം അല്ല. ആമേൻ. മോശയുടെ കൈ തളർന്നപ്പോൾ അഹരോനും ഹൂരും ഒരു കല്ലെടുത്ത് പീഠമായി ഇട്ട് അതിൻ്റെ മേൽ മോശയെ ഇരുത്തി. എന്നിട്ട് ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് മോശയുടെ വടി പിടിച്ചിരുന്ന കൈ താങ്ങിക്കൊടുത്തു. ഒരു കൈത്താങ്കൽ, പ്രാർത്ഥനയുടെ കൈത്താങ്കൽ, സ്തോത്രം കൊടുത്തു. രഫീദീമിൽ വെച്ച് അമാലേക്കരുടെ മേൽ വലിയ ജയം പ്രാപിപ്പാൻ യോശുവയ്ക്കിടയായി. അവിടെ വായിക്കുന്നതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അമാലേക്ക് എന്ന പേരിന് ഒരർത്ഥമുണ്ട് കേട്ടോ. അമാലേക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലഷ്, നമ്മുടെ ജഡമെന്ന ജഡം. ഈ ജഡത്തെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് അല്ലേ, ഞാൻ 4 നാൾ അതിനെ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് എന്താ ഈ ദണ്ഡിപ്പിച്ച് അടിമയാക്കെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാതെ കൊടുക്കുക, അല്ലാതെ ഈ ശരത്തെ ഇടിച്ച് ദണ്ഡിപ്പിക്കുകയല്ല. ഞാൻ ചില വർഷം മുമ്പ് ഇവിടെ അടുത്ത് ഒരിടത്ത്, ഇവിടെ തൊട്ടടുത്ത് തുള്ളി 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 ദേഹത്തിട്ട് ഇടിക്കും. ഇങ്ങനെ എന്തോ ഒരു ഇടിയാന്നറിയാം. ഞാൻ വെച്ചാൽ ക്ഷയം വന്ന് ചത്തുപോകില്ല. ഇടിച്ചിട്ട് തുള്ളി തുള്ളി അദ്ദേഹം ഈ വെളിപ്പാട് പറയും. ആ ദണ്ഡനമല്ല കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കൊടുക്കാതെ അതിനെ ദണ്ഡിപ്പിക്കും. ക്രിസ്തു നിമിത്തം ജഡത്തിന് ഒത്തിരി ഇച്ഛകളുണ്ടെന്ന്, ആഗ്രഹങ്ങളുണ്ട്. അത് ദൈവകൃപയ്ക്ക് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെയും നാം എന്ത് ചെയ്യണം? ഇടിച്ചു താക്കണം. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക ഒരു പുറപ്പാട് പുസ്തകത്തിലെ ഓർക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, അതോടെ തീരും. 20-ാം അധ്യായം 8-ാമത്തെ വാക്യം. കൽപ്പന, 10 കൽപ്പനകൾ ദൈവം ജനത്തിന് മോശ മുഖാന്തരം കൊടുക്കുമ്പോൾ അതിൽ ഒരു കൽപ്പനയാണ് ആ വായിക്കുന്ന 8-ാമത്തെ വാക്യത്തിലുള്ളത്. വായിച്ചേ. ശബത്തുനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. മതി. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. യഹൂദന്മാരുടെ ഇടയിൽ ശബത്ത് നാള് ഉണ്ട്, ആഴ്ചയുടെ അവസാന ദിവസം. നമ്മുടെ ഇടയിലുണ്ട് എന്നതാ ആഴ്ചയുടെ ആരംഭ ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, അതായത് ഞായറാഴ്ച. ശബത്ത് നാളിനെ എന്ത് ചെയ്യണം?
ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഇന്ന് പലർക്കും അത് വയ്യ. ഞായറാഴ്ച ആകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്ന് ഞായറാഴ്ചയാണ്, ആരാധനയ്ക്ക് പോകണം, ഒന്നുകൂടെ പുകപ്പെടുത്ത് തലവഴി മൂടിക്കിടന്നു, ഒന്നുകൂടെ പപ്പ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ വരാം, എഴുന്നേറ്റ് വരാം, ഒന്നുകൂടെ ഒന്ന് മയങ്ങിട്ട് വരാം. ശബത്ത് നാൾ, ദൈവത്തെ ആരാധിക്കേണ്ടിയ ദിവസം, ദൈവത്തെ ആരാധിക്കേണ്ടിയ ദിവസം. അതൊരിക്കലും നാം നഷ്ടമാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. ശബത്ത് നാളിനെ നമ്മൾ ഓർക്കണം, അതിനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുക എന്നാണ്. നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വേണം ആരാധനയ്ക്കായിട്ട് ആലയത്തിനകത്തേക്ക് വരേണ്ടത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നാം ഓർക്കേണ്ടതും ദൈവം ഓർക്കുന്നതുമായ കാര്യങ്ങൾ നാം ചിന്തിച്ചു. അവൻ നമ്മോട് ചെയ്ത നിയമം ഓർക്കുന്ന ദൈവമാണ്. നമ്മുടെ നിലവിളി കേട്ട്, നമ്മുടെ കണ്ണുനീര് കണ്ട്, നമ്മുടെ കരച്ചിൽ കേട്ട് അവൻ ചെയ്ത നിയമത്തെ ഓർക്കുന്ന ദൈവമാണ്. ഓർക്കും കേട്ടോ, ഓർക്കും. അമാലേക്കിന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ദൈവം ജനത്തെ ശക്തിപ്പെടുത്തി. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ നാം ഓർക്കണം. നമ്മെ വിടിവിച്ചു കൊണ്ടുവന്ന ആ ദിവസത്തെ ഒന്ന് ഓർക്കണം. പ്രാർത്ഥിക്കണം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ കർത്തൃ ദിവസം അങ്ങേ ആരാധിപ്പാൻ ആലയത്തിൽ കടന്നു വരാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. രോഗം ഞങ്ങളെ പിടിക്കാഞ്ഞിട്ടല്ല, കഷ്ടതയും ക്ലേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വരാഞ്ഞിട്ടുമല്ല, അതെല്ലാം കടന്നു വന്നപ്പോഴും അതിന്റെ നടുവിൽ അവിടുന്ന് ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ ആരാധിക്കാൻ ആമേൻ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന ഉത്സാഹത്തിനായി, താല്പര്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അടിയന്റെ വലതുകരം ഉയർത്തി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തരും അനുഗ്രഹ വിഷയമായി തീരട്ടെ കർത്താവ്. പ്രത്യേകാൽ നാളെ മുതൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ ജനറൽ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് അനുഗ്രഹകരമാക്കി തീർക്കും. അതിൻ്റെ ഓരോ സെഷനുകളിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എല്ലാവർക്കും സഹായിക്കും. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, ഇന്നിവിടെ ആരാധനയ്ക്ക് സംബന്ധിച്ച എല്ലാവരുടെ മേൽ ഇന്നും എന്നേക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.